നെവിഗേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നിൽഹാർ നൊമുളയാനിക്കൽ. സിനഡ് ഓൺ സിനഡാലിറ്റി അവസാന ഘട്ടത്തിലേക്ക്. വത്തിക്കാൻ സിറ്റി. 2021 ഒക്ടോബർ മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കം കുറിച്ച സിനഡ് ഓൺ സിനഡാലിറ്റി അവസാന ഘട്ടത്തിലേക്ക്. ഒക്ടോബർ 2 മുതൽ 27 വരെ നടക്കുന്ന സിനഡാലിറ്റിയെ കുറിച്ചുള്ള സിനഡിന്റെ രണ്ടാം സമ്മേളനത്തോടെ വർഷങ്ങൾ നീണ്ട വിവിധ തലങ്ങളിലായി നടത്തിയ സിനഡൽ പ്രക്രിയ ഔദ്യോഗികമായി സമാപിക്കും. ഒക്ടോബർ 7 പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ. ലോക സമാധാനത്തിന് കടുത്ത ഭീഷണി ഉയർത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും നടമാടുന്നതിനിടെ വിശ്വാസത്താൽ പ്രേരിതരായി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ആയുധങ്ങളേറി സമാധാനത്തിനായി പോരാടാൻ ഏവരോടും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. കാവൽ നിൽക്കുവാനുള്ള കർത്തവ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ. സൃഷ്ടിയെ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന പ്രഥമ കർത്തവ്യം കാവൽ നിൽക്കുക എന്നതാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഒരു തീർത്ഥാടന പോലെ വിശുദ്ധ നാട്ടിലെ എന്റെ ദിവസങ്ങൾ എന്ന ഗ്രന്ഥത്തിന് വേണ്ടി രചിച്ച ആമുഖ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറഞ്ഞത്. കത്തോലിക്ക സൈക്കോളജിസ്റ്റുമാരുടെ സമ്മേളനം. കൊൽക്കത്ത. കത്തോലിക്കരായ സൈക്കോളജിസ്റ്റുമാരുടെ കൺവെൻഷൻ കൊൽക്കത്തയിൽ സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ നിന്നായി 75 സൈക്കോളജിസ്റ്റുമാർ 25ാമത് കോൺഫറൻസ് ഓഫ് കാത്തലിക് സൈക്കോളജിസ്റ്റ് ഇൻ ഇന്ത്യയിൽ പങ്കെടുത്തു. സേവാ കേന്ദ്രത്തിൽ നടന്ന കൺവെൻഷൻ കൊൽക്കത്ത ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസ ഉദ്ഘാടനം ചെയ്തു. നവ്യാനുഭവമായി ഏഞ്ചൽസ് മീറ്റ്. പുന്നത്തുറ. ചതുശതാബ്ദി ആഘോഷിക്കുന്ന പുന്നത്തുറ സെന്റ് തോമസ് ജ്ഞാനായ കത്തോലിക്ക പഴയ പള്ളിയും മിഷലി കോട്ടയം അതിരൂപത സമിതിയും സംയുക്തമായി ഏഞ്ചൽസ് മീറ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച കോട്ടയം അതിരൂപതയിലെ ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമം നവ്യാനുഭവമായി. വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് ഭണ്ഡാരശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പതാക ഉയർത്തലിന് ശേഷം നടന്ന പൊതുസമ്മേളനം മാർ ജോസഫ് ഭണ്ഡാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കാർട്ടിന്റെ നേതൃത്വത്തിൽ ജ്ഞാനായ സ്റ്റാർസ് ഏകദിന കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ ജ്ഞാനായ അക്കാദമി ഫോർ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ജ്ഞാനായ സ്റ്റാർസ് പ്രോഗ്രാമിലെ കുട്ടികൾക്കായുള്ള ഏകദിന കൂട്ടായ്മ കോതനല്ലൂർ തുവാനീസ പ്രാർത്ഥനാലയത്തിൽ നടത്തി. KCYL അതിരൂപത പ്രസിഡന്റ് ശ്രീ ജോണീസ് പി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. കാർ ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, ജോബിൻ പി കൊട്ടാരം, പ്രൊഫസർ അജിത് ജെയിംസ്, സിസ്റ്റർ അഞ്ജിത SVM എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഒക്ടോബർ 2-ാം തീയതി ഉഴൂര് വെച്ച് നടന്ന ചെറുപുഷ്പ മിഷലി ഫൊറോനതല മത്സരത്തിൽ പുതുവേലി ഇടവകയെ പ്രതിനിധീകരിച്ച് വിജയം കരസ്ഥമാക്കിയവർ: അലേഖ കാതറിൻ ബ്ലസൻ ചെറയത്ത് ഫസ്റ്റ്, ബൈബിൾ വായന സബ് ജൂനിയേഴ്സ്; ഏഞ്ചലിന ജോബി പൂക്കൂട്ടത്തിൽ സെക്കൻഡ്, സംഗീതം സബ് ജൂനിയേഴ്സ്; ജെറൽ ജോൺ അജോഷ് കല്ലാനിക്കമാലിൽ തേർഡ്, സംഗീതം ജൂനിയേഴ്സ്; ഏഞ്ചല ആൽവിൻ ചെറയത്ത് തേർഡ്, മിഷൻ ഗിസ് ജൂനിയേഴ്സ്; ആൽവിൻ അബ്രഹാം ചെറയത്ത് സെക്കൻഡ്, മിഷൻ ഗിസ് സൂപ്പർ സീനിയർ; ജിഷ ആൽവിൻ ചെറയത്ത് സെക്കൻഡ്, മിഷൻ ഗിസ് സൂപ്പർ സീനിയർ; തേർഡ്, പ്രസംഗം സൂപ്പർ സീനിയേഴ്സ്. പങ്കെടുത്ത എല്ലാവർക്കും ഇടവക സമൂഹത്തിന്റെ അഭിനന്ദനങ്ങൾ. പ്രകാശനം ചെയ്തു. 10ാം ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ കയ്യെഴുത്ത് പ്രതി സെപ്റ്റംബർ 29-ാം തീയതി ഞായറാഴ്ച അസംബ്ലി മധ്യേ റവറന്റ് ഫാദർ ജോസഫ് ഈഴാറാത്ത് പ്രകാശനം ചെയ്തു. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ നഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വിശുദ്ധ മത്തായി 11:29. ഇതോടെ വാർത്തകൾ പൂർത്തിയായിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സകല വിശുദ്ധരെ, സഭയിലെ രക്തസാക്ഷികളെ, സ്വർഗനിവാസികളെ, കാവൽ ദൂതരെ, സകല വിശുദ്ധരെ, സഭയിലെ രക്തസാക്ഷികളെ, സ്വർഗനിവാസികളെ, കാവൽ ദൂതരെ, പൂർവപിതാക്കളെ, പ്രവാചകന്മാരെ, മാലാഖവൃന്ദങ്ങളെ,